ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ഗുണങ്ങളുള്ള പപ്പായ കൊണ്ട് നല്ല ടേസ്റ്റിയായ ഒരു ജ്യൂസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പപ്പായയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഈ ജ്യൂസ് ഇഷ്ടമാകും. ഇനി ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നന്നായി പഴുത്ത പപ്പായ നടുക മുറിച്ച് കഷ്ണമാക്കി എടുക്കണം. അധികം പഴുക്കാത്ത പപ്പായ ആണെങ്കിൽ ആദ്യമേ തോല് കളഞ്ഞിട്ട് വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. ഇനി ഒരു സ്പൂണ് കൊണ്ട് ഇതിലെ കുരുവെല്ലാം കളഞ്ഞ് പൾപ്പ് മാത്രം കോരിയെടുക്കണം. ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീര് ചേർക്കാം. ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ പപ്പായയുടെ ഫ്ലേവർ മാറി നല്ലൊരു ഫ്ലേവറാകും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി നല്ലതുപോലെ തണുപ്പിച്ച വെള്ളം ചേർക്കാം. ഇതിനെ നന്നായി അടിച്ചെടുക്കാം. ഇതിനെ സെർവ് ചെയ്യാം. പപ്പായ ജ്യൂസ് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ രുചി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.